യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് പറയാം. കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത, എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. അസ്വസ്ഥപ്പെടാതാ. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. അസ്വസ്ഥപ്പെടുന്ന എന്തിനാ? കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതെ തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അതെ, അതാ എനിക്ക് ചിരി വന്നത്. ഇത്രയേറെ സ്റ്റാൻഡേർഡുള്ള ഈ കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്കയിൽ പോകുന്നത്? അത് എനിക്ക് മനസ്സിലാവും. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നിങ്ങൾ അപമാനിക്കില്ല ഈ അമേരിക്ക ചികിത്സയ്ക്ക് പോകുമ്പോൾ? അല്ല, അങ്ങനെ സംഭവിച്ചൂടായില്ല. ശാസ്ത്രം വളരെയല്ലേ. എടോ മണ്ടത്തരം പറയാതോ. ഒരിക്കലും അല്ല. കാരണം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് വരണം. തീർച്ചയായിട്ടും വരാം. ഞാൻ എത്രയോ തവണ വന്നിട്ടുണ്ടെങ്കിൽ വരാം, ഒരു കുഴപ്പമില്ല. അത് സ്കാൻഡിനേവിയ ആണെങ്കിൽ സ്കാൻഡിനേവിയ എന്തായിരിക്കും എന്ന് എനിക്ക് പേടിയുണ്ട്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ബാത്റൂമിൽ ഒന്ന് തല കറങ്ങി വീണ് തല ഇടിച്ച് അൺകോൺഷ്യസ് ആയി. അവരെ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന് ഹസ്ബൻഡ് ജർമ്മനിയിലെ മെഡിക്കൽ കെയറിൽ വിളിച്ചപ്പം അൺകോൺഷ്യസ് ആയിട്ട് ന്യൂറോ പ്രശ്നം ആയിരിക്കണമല്ലോ. അവരെ ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് 3 ആഴ്ച കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആണ് കൊടുത്തത്. അതാണ് ലോകത്തെ നമ്മൾ വളരെ വികസിത രാജ്യമെന്ന് പറയുന്ന രാജ്യങ്ങളിലെ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പം തന്നെ ചികിത്സിക്കും. അതല്ലാതെ അപ്പം തന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന് ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ടോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ആശുപത്രി പോയാലും കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അമേരിക്കയിൽ പോയാൽ ചികിത്സിക്കത്തില്ല. അവരുടെ രീതി അതാ. നമ്മുടെ രീതി ആര് വന്നാലും അപ്പം തന്നെ ചികിത്സിക്കും. അതും ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്തൊരു മണ്ടനാണ്. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അമേരിക്കയിൽ പോലും 5.6 ആണ്, കേരളത്തിൽ 5 ആണ്. നീതി ആയോഗിന്റെ കണക്കെടുത്ത് നോക്കൂ. വെറുതെ അങ്ങ് പറയാതെ. ഞാൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ, കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല കൊള്ളുകയില്ലാത്തോണ്ട് അമേരിക്കയിൽ പോയത്. ഒരിക്കലല്ല. ഞാൻ പറയട്ടെ, ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട അസുഖം അല്ല. താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ഒരു രീതി താങ്കൾ സ്വീകരിക്കുന്നതാ. ഇവിടെ ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ് കേരള സംസ്ഥാനത്ത് ഏറ്റവും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? എങ്ങനെ അളിനതൊന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ? ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണി പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ അതെന്തിന് വെളുക്കിരിക്കാൻ. നാടിന്റെ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷേ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെല്ലാം നേരിടാന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഒരിക്കലല്ല. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ? ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പക്ഷെ അത് ഭയങ്കര ഫിറ്റായി പോട്ടെ. ഇതെല്ലാം ഉണ്ടായിട്ട് താങ്കൾ ഇങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി എന്ത് ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ദുഃഖകരമാണ് കേട്ടോ. ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളു തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ ഇടപെടൽ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടെന്ന് മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തടസ്സപ്പെടുത്താൻ വന്നാൽ, അതായത് ഡിവൈഎഫ്ഐയോട് പഴയ ഗുണ്ടയായ പിണറായി വിജയൻ പറയാണ് അടിച്ചോളാൻ
മുഖ്യമന്ത്രിയുടെ മാന്യതയിൽ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു വേദി വന്ന് വ്യക്തിയധിക്ഷേപം അല്ല, നടത്തുക വ്യക്തിയധിക്ഷേപം എന്ന് ഞാനൊരു കൊലപാതക കേസിൽ മുഖ്യമന്ത്രിയുടെ കൊലപാതക രോമത്തിന് കേസിൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൊലപാതക കേസിൽ ഈ അദ്ദേഹം നാട്ടിലെ പ്രതിയായിരുന്നു. വെറുതെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. എന്തായിരുന്നു എന്റെ ഉദ്ദേശം? ഒന്നും വേണ്ടായിരുന്നല്ലോ. ആ ശബരിമലയുടെ പൗത്രതയെ കളങ്കപ്പെടുത്താതിരിക്കാൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ആ വിശ്വാസത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പൊ ഈ കാണിക്കുന്ന കൊലക്കെട്ടുകളെല്ലാം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും ഇവർക്ക് ബോധ്യം വരുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴാണ്. ട്യൂബ് ലൈറ്റ് പോലും അല്ല, അതിനേക്കാളും മോശമുള്ള ലൈറ്റ് വല്ലതും ഉണ്ടോ? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.